വടകരയിലെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഇടതുപക്ഷത്തിന്റെ ഉണ്ണിയാർച്ച കെ ശൈലജയെ തറപറ്റിച്ച് കോൺഗ്രസിന്റെ യുവ തുർക്കി ഷാഫി പറമ്പിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വെട്രിക്കൊടി നാട്ടി. ഇനി അടുത്തതെന്ത്? ഷാഫിയുടെ നിയമസഭാ മണ്ഡലമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ. ആലത്തൂരിൽ UDFന്റെ പാട്ടുകാരി പെങ്ങളൂട്ടിയെ മന്ത്രി കെ രാധാകൃഷ്ണൻ പാട്ടും പാടി തോൽപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. മാത്രമല്ല, മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്നതോടെ ക്യാബിനറ്റിലും ഒരംഗം കുറയുകയാണ്. ആരാകും പിണറായി മന്ത്രിസഭയിലെ പുതിയ അംഗം? പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കേരള നിയമസഭയിലും BJP അക്കൗണ്ട് തുറക്കുമോ? അത്തരം ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഷാഫി പറമ്പിലല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാനാകുമോ എന്നതും സംശയമാണ്. കാരണം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി ജയിച്ചില്ലെങ്കിലും അന്ന് 2ാം സ്ഥാനത്തെത്തിയത് BJPയുടെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രനായിരുന്നു. 17,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കോൺഗ്രസിന് സ്വന്തമായെങ്കിലും 40,000-ലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തിരുന്നു. CPMന്റെ NN കൃഷ്ണദാസ് അന്ന് 3ാം സ്ഥാനത്തായിരുന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു പാലക്കാട്. BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ച മെട്രോമാൻ ശ്രീധരനെതിരെ 3,859 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ വിജയം. ഉപതിരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാനെത്തിയാൽ പാലക്കാട് BJPക്ക് പ്രതീക്ഷിക്കാനുള്ള വക ഏറെയാണെന്നാണ് വിലയിരുത്തൽ. വയനാട്ടിലെ കാര്യമാണ് കൗതുകം. രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാടും റായ്ബറേലിയിലും അദ്ദേഹം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. സ്വാഭാവികമായും ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും. അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ കുടുംബ വേരുകളുമുള്ള UPയിലെ റായ്ബറേലി രാഹുൽ കൈവിടുമോ? വയനാട്ടിൽ രാഹുൽ തുടരണമെന്നാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ ദേശീയ നേതാവെന്ന ഇമേജ് കാക്കേണ്ടതിനാൽ രാഹുൽ റായ്ബറേലിയിൽ MP ആയി തുടരുമെന്നും വയനാട്ടിലേക്ക് പ്രിയങ്ക മത്സരിക്കാൻ എത്തുമെന്നും അഭ്യൂഹമുണ്ട്.